പ്രിയപ്പെട്ടവരെ, നമസ്തേ. കഴിഞ്ഞ അവധിക്കാലത്ത് വിദേശത്തുള്ള എൻ്റെ മകളുടെയും പേരക്കുട്ടികളുടെയും കൂടെ ഞാൻ ഒരു യാത്രയ്ക്ക് പുറപ്പെട്ടു. ഞാൻ തന്നെയാണ് കാറ് ഡ്രൈവ് ചെയ്തത്. കുറച്ചു ദൂരം കഴിഞ്ഞപ്പോൾ സീബ്ര ലൈനിൽ കൂടി ആളുകൾ ക്രോസ് ചെയ്യുന്നത് കണ്ട് ഞാൻ വണ്ടി നിർത്തി. പക്ഷെ ടയർ സീബ്ര ലൈനിൽ തൊട്ടില്ല എന്ന മട്ടിലാണ് നിന്നത്. അപ്പോൾ പിന്നിലിരുന്ന പേരക്കുട്ടി എന്നോട് പറഞ്ഞു, അപ്പച്ചാ, യു കാൻ ഡു ദാറ്റ്, വാട്ട് യു ഹാവ് ഡൺ ഈസ് റോങ്. ഞാൻ ഉടനെ എന്തുകൊണ്ട്? അപ്പോൾ പറഞ്ഞു, യു ഷുഡ് ഹാവ് സ്റ്റോപ്പ് ദ കാർ വെൽ അഹെഡ് ഓഫ് ദ സീബ്ര ലൈൻ, ഡോണ്ട് യു നോ ദാറ്റ്? എനിക്ക് അത്ഭുതമായി. 4 വയസ്സുള്ള ഒരു കുട്ടിക്ക് പോലും സീബ്ര ലൈനിന്റെ പ്രാധാന്യം എന്താണ് എന്ന് അറിയാം. നമ്മുടെ നാട്ടിൽ എത്ര പേർക്ക് ഇതിനെക്കുറിച്ച് ഒരു അവബോധമുണ്ട്? നമ്മൾ സാധാരണ നാഷണൽ ഹൈവേയിൽ കൂടെ പോകുമ്പോൾ, പ്രത്യേകിച്ച് ഈ കാലത്ത് മിക്കവാറും സ്ഥലങ്ങളിൽ സിംഗിൾ ലൈൻ ട്രാഫിക് ആണ്. നിങ്ങൾ അവിടെ ഒരു ട്രാഫിക് ജാമിൽ പെട്ടിരിക്കുകയാണ് എന്ന് സങ്കല്പിക്കുക. നിങ്ങൾക്ക് വളരെ അത്യാവശ്യമായി ലക്ഷ്യസ്ഥാനത്ത് എത്തേണ്ടതുമുണ്ട്. നിങ്ങൾക്കൊപ്പം ഒപ്പമുള്ള യാത്രക്കാരെല്ലാം ക്ഷമയോടെ ആ ട്രാഫിക് ലൈനിൽ ഗതാഗതക്കുരു കഴിയുന്നത് കാത്തു നിൽക്കുകയാണ്. നിങ്ങൾക്ക് സമാന്തരമായി എതിർവശത്തു നിന്നുമുള്ള റോഡിൽ വാഹനങ്ങൾ യാതൊന്നും തന്നെ കാണുന്നുമില്ല. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റോഡ് നിയമങ്ങളൊക്കെ ലംഘിച്ചുകൊണ്ട് ആ പാത ഉപയോഗിച്ച് ഗതാഗതക്കുരുക്കിന്റെ ഏറ്റവും മുൻവശത്തെത്താൻ സാധിക്കും. അങ്ങനെ ചിലപ്പോൾ 5-10 മിനിറ്റ് നിങ്ങൾക്ക് യാത്രയിൽ ലാഭിക്കാനും സാധിച്ചു എന്ന് വന്നേക്കാം. എന്നാൽ ക്ഷമയോടെ ഗതാഗതക്കുരു കഴിയുന്നത് വരെ നിയമം പാലിച്ച് നിങ്ങളുടെ വാഹനം നിൽക്കുന്നിടത്ത് തന്നെ തുടരണമോ, അതോ 5 മിനിറ്റ് സമയം ലാഭിക്കാൻ അപകട സാധ്യതയുള്ള തെറ്റായ വഴിയിലൂടെ എല്ലാ വാഹനങ്ങളെയും മറികടന്ന് മുന്നിലെത്തണമോ? ഈ ചോദ്യത്തിനുള്ള മറുപടി എന്തായാലും അടിസ്ഥാന പൗരധർമ്മത്തിന്റെ ലംഘനവും അതുപോലെ പാലനവും നടക്കുന്ന നമുക്ക് ഏറ്റവും സുപരിചിതമായ ഒരു ഇടമാണ് റോഡ്. ഈ ചോദ്യത്തിനുള്ള മറുപടി എന്തായാലും ഒരു കാര്യം ഉറപ്പിച്ചു പറയാം: അടിസ്ഥാന പൗരധർമ്മത്തെക്കുറിച്ച് നിങ്ങൾക്കുള്ള അറിവിനെ ആശ്രയിച്ചായിരിക്കും നിങ്ങളുടെ ഉത്തരം. ശരിയല്ലേ? എന്താണ് ഈ അടിസ്ഥാന പൗരധർമ്മം? സിവിക് സെൻസ് refers to the awareness, knowledge and virtues that citizens need to promote and contribute to societal and overall national interest. It encompasses several aspects. അതിനകത്ത് പല പല ഘടകങ്ങളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് റെസ്പെക്ട് ഫോർ നോംസ്. ഇതിനെക്കുറിച്ച് പറയുമ്പോൾ ഓരോ സമൂഹത്തിലും അതിൻ്റെ സുഗമമായ മുന്നോട്ടു പോക്കിനും ഉയർച്ചയ്ക്കും സഹായമാകുന്ന തരത്തിൽ നിയമങ്ങളും പൊതു താല്പര്യങ്ങളും സാമാന്യ നീതിയും ഒക്കെ ഉണ്ടാകും. പ്രാദേശികമായ വ്യതിയാനം ഉണ്ടാകുമെങ്കിലും ഒരു പരിഷ്കൃത സമൂഹത്തിന് യോജിക്കുന്ന എല്ലാ നിയമങ്ങളും ഇവയിൽ ഉൾപ്പെടും. മുതിർന്നവരെ ബഹുമാനിക്കുന്നതിൽ തുടങ്ങി സജീവമായ സാമൂഹിക പ്രവർത്തനങ്ങൾ വരെ എല്ലാം അതിൽ ഉൾപ്പെട്ടു എന്നു പറയാം. ലളിതമായി പറഞ്ഞാൽ മനുഷ്യത്വപരവും സാമാന്യ ബുദ്ധിക്ക് നിരക്കുന്നതുമായ എല്ലാ നിയമനങ്ങളും പാലിച്ചു വേണം ഒരു ഉത്തമ പൗരൻ സമൂഹത്തിന്റെ കണ്ണിയായി നിലകൊള്ളേണ്ടത് എന്നാണ് റെസ്പെക്ട് ഫോർ നോംസ് നമ്മളോട് പറയുന്നത്. രണ്ടാമത്തേത് നിയമത്തെ അനുസരിക്കുക എന്നുള്ളതാണ്. നിയമപാലനം, ലോ അബൈഡിങ്. Citizens must abide by the constitution and laws of the country. ഏതൊരു രാജ്യത്തിന്റെ നിലനിൽപ്പിനും ഒഴിച്ചുകൂടാൻ കഴിയാത്ത ഒന്നാണ് നിയമങ്ങളും അവയുടെ പരിപാലനവും. നിയമവീഴ്ചയില്ലാത്ത ഇടങ്ങൾ അരാജകത്വത്തിന്റെ കളിയരങ്ങായി മാറുമെന്നതിൽ യാതൊരു സംശയവും വേണ്ട. ഇടക്കാലത്ത് നമ്മുടെ അയൽ രാജ്യമായ ശ്രീലങ്കയിൽ പെട്രോൾ അടക്കം അവശ്യ വസ്തുക്കളുടെ വില വർദ്ധിക്കുകയും ശ്രീലങ്കൻ രൂപയുടെ വില ഇടിയുകയും ചെയ്ത സമയത്തുള്ള കാഴ്ചകൾ നമുക്ക് മറക്കാറായിട്ടില്ല. നിയമവാഴ്ച തകരുകയും വാളെടുത്തവരെല്ലാം വെളിച്ചപ്പാടുമാരായി നിയമലംഘനങ്ങൾ നടത്തുകയും ചെയ്തു. ഭരണഘടനയെയും അത് നൽകുന്ന പരിരക്ഷകളെയും കുറിച്ച് ബോധവാന്മാരായി ജീവിക്കുന്ന സമൂഹം
പലപ്പോഴും കടമകളെ സൗകര്യപൂർവ്വം മറക്കുകയാണ് പതിവ്. കടമകളും അവകാശങ്ങളും തുലനാവസ്ഥയിൽ പോകുന്നതാണ് സാമൂഹികമായ വളർച്ചയ്ക്ക് സഹായകരം. ഇപ്പോൾ പൊതുസ്ഥലത്ത് തുപ്പരുത് എന്ന നിയമം നമ്മുടെ നാട്ടിലുമുണ്ട് എന്ന് പറഞ്ഞാൽ ഇത് ആരെങ്കിലും ഇപ്പോൾ വിശ്വസിക്കുമോ എന്നറിയില്ല. വിവിധ മുനിസിപ്പൽ കോർപ്പറേഷനുകളിൽ നിലനിൽക്കുന്ന വ്യത്യസ്ത നിയമങ്ങളടക്കം പൊതുസ്ഥലത്തെ മലിനമാക്കുന്ന ഈ പ്രവൃത്തി നിയമം മൂലം നിരോധിച്ചിട്ടുണ്ട്. എന്നാൽ ഒന്ന് ഓർത്തു നോക്കൂ, എന്നെങ്കിലും എവിടെയെങ്കിലും ഈ നിയമം ലംഘിക്കപ്പെട്ടതായി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നിസ്സംശയം പറയാം, അടിസ്ഥാന പൗരധർമ്മം പാലിക്കപ്പെടുന്നില്ല എന്ന്. സിംഗപ്പൂരിനെയും ജപ്പാനെയും ഒക്കെ ഉദാഹരണങ്ങളാക്കുന്ന നമ്മുടെ നാട്ടുകാർ അവരവർ പാലിക്കേണ്ട കടമകൾ പാലിക്കുന്നുണ്ടോ എന്നുകൂടെ ഓർമ്മിക്കുന്നത് നന്നായിരിക്കും. സിംഗപ്പൂരിലെ നിയമം ലംഘിച്ച പൊതുസ്ഥലത്ത് തുപ്പിയാൽ 1000 സിംഗപ്പൂർ ഡോളർ മുതൽ 5000 സിംഗപ്പൂർ ഡോളർ വരെ ഫൈൻ അടയ്ക്കാൻ നിങ്ങൾ ബാധ്യസ്ഥനാവും. 1000 സിംഗപ്പൂർ ഡോളർ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ വിനിമയ നിരക്ക് അനുസരിച്ച് ഏകദേശം 62,000 രൂപയാണ്. ഇത്രയും വരെ ഫൈൻ അടയ്ക്കാൻ നമ്മൾ ബാധ്യസ്ഥരാകും. അപ്പോൾ ഒരാൾ പോലും നിയമം ലംഘിക്കാൻ തയ്യാറെടുക്കുകയില്ല. ഞാൻ കണ്ടിട്ടുണ്ട്, സിംഗപ്പൂരിൽ നിന്നും മലേഷ്യക്ക് വേണമെങ്കിൽ നമുക്ക് കാറിൽ പോകാം. സിംഗപ്പൂർ കഴിഞ്ഞ മലേഷ്യയുടെ ഏറ്റവും തെക്ക് ഭാഗത്ത് കിടക്കുന്ന പ്രോവിൻസ് എന്ന് പറയുന്നത് ജോഹർ ബാറു ആണ്. സിംഗപ്പൂർ പോകുന്നത് വരെ ആളുകളെ കാറിൽ നിന്നും എന്തെങ്കിലും വലിച്ചെറിയുകയോ തുപ്പുകയോ ഒന്നും ചെയ്യില്ല. എന്നാൽ സിംഗപ്പൂർ കഴിഞ്ഞ മലേഷ്യയിൽ കയറി ജോഹർ ബാറുവിൽ കയറിയെന്ന് കണ്ടാൽ പിന്നെ എല്ലാവരും എല്ലാ നിയമങ്ങളും മറക്കും. കാരണം എന്താ? അവിടെ നിയമപാലനം അതുപോലെ ശുഷ്കമാണ്. അവിടെ ഇങ്ങനെയുള്ള യാതൊരു കർശനമായ നടപടിക്രമങ്ങളും അവിടെ ഇല്ല. അതുകൊണ്ടാണ് അവിടെ അങ്ങനെ സംഭവിക്കുന്നത്. മൂന്നാമത്തേത് റെസ്പോൺസിബിലിറ്റിയാണ്, ഉത്തരവാദിത്തമാണ്. Civic sense encourages citizens to be responsible for their actions and their impact on the community. ഒരു സമൂഹത്തിന്റെ ഭാഗമായി ജീവിക്കുന്ന ഏതൊരു വ്യക്തിയും സാമൂഹികമായ അല്ലെങ്കിൽ വ്യക്തിപരമായ അല്ലെങ്കിൽ രാഷ്ട്രീയപരമായ ഏതൊരു പ്രവൃത്തി ചെയ്യുമ്പോഴും അത് മതസ്പർദ്ധയോ മനുഷ്യത്വ ലംഘനമോ വിഘടന സ്വഭാവമുള്ളതോ അല്ല എന്ന് ഉറപ്പുവരുത്തിയിരിക്കണം. സമൂഹത്തിലെ ഒരു വിഭാഗം പവിത്രമായി കരുതുന്ന ആരാധനാലയങ്ങളോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോ പൊതു ഇടങ്ങളോ മലിനമാക്കുന്നവരെ സാമൂഹ്യ വിരുദ്ധർ എന്ന് വിളിക്കുന്നത് ഈ കാരണം കൊണ്ടാണ്. ഓരോ ചുവടിലും ഓരോ വാക്കിലും സമൂഹ വിരോധിയായ ഘടകങ്ങൾ ഒന്നും തന്നെയില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടത് ഉത്തമ പൗരന്റെ കടമയാണ്. ചടുലമായ ജീവിത രീതി നമുക്ക് നൽകിയ സാമൂഹിക മാധ്യമങ്ങളുടെ കാലത്ത് ഉത്തരവാദിത്വവും കൂടുതലാണ്. ഒരു വാക്ക് മാത്രം മതി എല്ലാ ബന്ധങ്ങളും മറന്ന് പരസ്പരം പോരടിക്കുന്ന രണ്ട് വിഭാഗങ്ങളെ സൃഷ്ടിക്കാൻ, ഇല്ലേ? അതുകൊണ്ടാണ് പറഞ്ഞത് ഈ റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്വ ബോധം എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ഈ നാലാമത്തേത് എറ്റിക്കറ്റ്സ് ആണ്, മര്യാദകൾ എന്ന പച്ച മലയാളത്തിൽ. അംഗീകൃത സാമൂഹിക പെരുമാറ്റ രീതി എന്ന് വേണമെങ്കിൽ നമുക്ക് കുറച്ച് നീട്ടി അത് വിശദീകരിക്കാം. എറ്റിക്കറ്റ്സ് എന്ന് പറഞ്ഞാൽ etiquettes extends beyond legal obligations to include fundamental human manners and etiquette in daily interactions. ഇത് വളരെ ചെറിയ മര്യാദകൾ നമ്മൾ പാലിക്കണം. വന്ദേ ഭാരതിൽ എപ്പോഴെങ്കിലും യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കാര്യം ബോധ്യമാവും. ഇടയ്ക്കിടയ്ക്ക് അവർ അനൗൺസ് ചെയ്യും, അതായത് ടോയ്ലറ്റ് ഉപയോഗിക്കുന്നവരെ ഫ്ലഷ് ചെയ്യണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു എന്ന് പറയുന്നു. വാസ്തവത്തിൽ ഇത് കേൾക്കുമ്പോൾ നമുക്ക് വല്ലാതെ ലജ്ജ തോന്നും. ഒരു സാമാന്യ മര്യാദയാണ് അല്ലേ? നമ്മൾ ഒരു ട്രെയിനിൽ പോകുമ്പോൾ അതിൻ്റെ ടോയ്ലറ്റ് ഉപയോഗിച്ചാൽ അത് ഫ്ലഷ് ചെയ്യണമെന്നുള്ളത്. ഇത് നമ്മളെ പിന്നെ പേർത്തും ഓർമ്മിപ്പിക്കേണ്ട വല്ല കാര്യവുമുണ്ടോ? ഇത് പ്രത്യേകിച്ചും ഇനി ട്രെയിനിൽ മാത്രമല്ല, പ്ലെയിനിലും ഇത് തന്നെയാണ് സ്ഥിതി. ഇവിടെ നിന്നും അമേരിക്ക വരെ എയർ ഇന്ത്യയിൽ പോകുന്നത്, അതായത് എക്കോണമി ക്ലാസ്സിലാണ് പോകുന്നതെങ്കിൽ അത് നരകമായിരിക്കും. കാരണം അവിടെ സംഭവിക്കുന്നതും ഇത് തന്നെയാണ്. ആർക്കും നമ്മുടെ ടോയ്ലറ്റ്സ് ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണെന്ന് അറിയില്ല. ആണുങ്ങൾ പോയിട്ട് ടോയ്ലറ്റ് ഉപയോഗിക്കും, യൂറോപ്യൻ ക്ലോസറ്റ് ആണ്. സ്ത്രീകളും അത് ഉപയോഗിക്കുന്നവരാണ് എന്നൊരു ഓർമ്മയുണ്ടെങ്കിൽ അവര് ഇതുമാതിരി
നെറികെട്ട പ്രവർത്തനങ്ങൾ അവിടെ ചെയ്തു വെക്കില്ല. ഞാനത് വിശദീകരിക്കുന്നില്ല, നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചില സ്ഥലങ്ങളിൽ പാലിക്കേണ്ട ചില മര്യാദകളുണ്ട്. എൻ്റെ ഒരു അനുഭവം വിവരിക്കട്ടെ. ഞാൻ പാലക്കാട് ജില്ലയുടെ കളക്ടറായിരുന്ന സമയത്ത് തിരുവനന്തപുരത്തേക്ക് വരുന്ന വഴിക്ക് അടൂരിൽ എൻ്റെ ഭാര്യ വീടൊന്ന് സന്ദർശിച്ചു. അവിടെ ചെന്നപ്പോൾ അമ്മായിയമ്മ പറഞ്ഞു, മോനെ അടുത്ത വീട്ടിൽ ഒരു മരണമുണ്ടായി, അവിടെ ചെന്ന് ഒരു അനുശോചനം പറഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞു. അടുത്ത വീട്ടിലേക്ക് ഞാൻ പോകാൻ ആരംഭിച്ചു. എനിക്ക് ഓർമ്മയുണ്ട് ആ വീട്. അവിടെ ഒരു വല്യമ്മച്ചിയുണ്ട്, ചട്ടയും മുണ്ടുമൊക്കെ കൊടുത്ത് പല്ലില്ലാത്ത മോണ കാട്ടി ചിരിക്കുന്ന വല്യമ്മച്ചിയെ ഒരിക്കലും മറക്കാൻ സാധിക്കില്ല. അപ്പോൾ അവരായിരിക്കും മരിച്ചത് എന്ന് ഞാൻ ഊഹിച്ചു. ആ വീട്ടിൽ വലിയ വലിയ ആൾക്കൂട്ടമായിരുന്നു. ഞാൻ അങ്ങോട്ട് കയറി ചെന്നതും ഒരാൾ ഓടി വന്ന് ഒരു മൈക്കെടുത്ത് എൻ്റെ കയ്യിൽ തന്നിട്ട് അദ്ദേഹം അനൗൺസ് ചെയ്തു, ഇതാ നമ്മുടെ പ്രിയപ്പെട്ട ജിജി തോംസൺ, പാലക്കാട് ജില്ലാ കളക്ടർ, പിന്നെ മലങ്കര സഭയുടെ കണ്ണിലുണ്ണി. ഇപ്പോഴങ്ങനെയൊന്നും പറയാറില്ല, അന്ന് അങ്ങനെയൊക്കെ ആയിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. ഇതാ വന്നിരിക്കുന്നു, അദ്ദേഹം 2 വാക്ക് അനുശോചനം പറയും. അപ്പൊ എനിക്കത് തീരെ ഇഷ്ടപ്പെട്ടില്ല. അടുത്ത് കയറി ആ ശവശരീരം ഒന്ന് കണ്ട് ഒത്തും വണങ്ങിയതിന് ശേഷം പറയുന്നതാണ് ഉചിതം. പക്ഷെ ആളുകളെല്ലാം കൂടി ഒന്ന് ഞാൻ എന്താണ് പറയാൻ പോകുന്നതെന്ന് ആകാംക്ഷയോട് നോക്കി നിൽക്കുകയാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു, എന്നാൽ ശരി പറയാം എന്ന് കരുതി ഞാൻ വല്യമ്മച്ചിയെക്കുറിച്ചുള്ള ഓർമ്മകളൊക്കെ പുതുക്കി അയവിറക്കി കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഇങ്ങനെ എൻ്റെ പ്രിയപ്പെട്ട ഈ വല്യമ്മച്ചി ഈ ഇഹലോകവാസം വിട്ട് എന്ന് പറഞ്ഞതും ഒരാൾ ഓടി വന്നതിനോട് പറഞ്ഞു, സാറേ വല്യമ്മച്ചിയല്ല, വല്യമ്മച്ചിയുടെ കൊച്ചുമകളാണ് മരിച്ചത് എന്ന് പറഞ്ഞു. എനിക്കുണ്ടായ ഒരു ചമ്മൽ എനിക്ക് വിശദീകരിക്കാൻ കഴിയുന്നില്ല. എനിക്ക് വല്ലാത്ത കലിപ്പായിരുന്നു. എന്താണ് ഇവരിങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഇതൊരു ഒരു പ്രത്യേകതയാണ്. ഈ മധ്യ തിരുവിതാംകൂർ പ്രദേശത്തൊക്കെ നിങ്ങൾ ക്രിസ്ത്യൻ ഭവനങ്ങളിൽ മരണം ഉണ്ടായാൽ അവിടെ ചെന്നാൽ കാണുന്ന കാഴ്ചയാണിത്. വഴി പോകുന്ന എല്ലാവർക്കും ഒരു അനുശോചനം പറയണം. ആ മരിച്ച വ്യക്തിയോട് അടുപ്പമുള്ള നല്ലവണ്ണം അറിയാവുന്ന ഒരാള് ഒരു അനുശോചനം പറയുന്നതിൽ ഒരു തെറ്റില്ല. പിന്നീട് അവിടുത്തെ കുടുംബത്തിൽപ്പെട്ട ആരെങ്കിലും വന്നവർക്കൊക്കെ നന്ദി പറഞ്ഞ് 2 വാക്ക് പറയുന്നതിലും തെറ്റില്ല. അല്ലാതെ ഈ വരുന്നവരെല്ലാവരും അനുശോചനം പറയണം, അവരെല്ലാവരും സംസാരിക്കണം എന്നൊക്കെ പറയുന്നത് ഒരു സാമാന്യ നീതിക്ക് നിരക്കുന്ന ഒരു ഏർപ്പാടായി എനിക്ക് തോന്നിയിട്ടില്ല. ഇനി മറ്റൊരു കാര്യം കൂടി പറയാം. ചിലപ്പോഴും ചില മരണ വീടുകളിൽ ചെല്ലുമ്പോൾ നമ്മുടെ ആൾക്കാർ മൊബൈൽ ഫോൺ ഓഫാക്കില്ല. അവിടെ കർത്താവെ ഈ വല്യമ്മച്ചി അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു എന്ന് അച്ഛൻ പറയുമ്പോൾ ഇവിടെ ഒരാളുടെ ഫോൺ അടിക്കാൻ തുടങ്ങും, മൊബൈൽ ഫോൺ അടിക്കാൻ തുടങ്ങും. അത് മൊബൈൽ ഫോണിലെ അടിക്കാൻ തുടങ്ങുന്നത് സാധാരണ റിംഗിങ് ടോൺ ആയിരിക്കില്ല, ഏതെങ്കിലും സിനിമാ പാട്ടിന്റെ ആദ്യത്തെ 2 വരികളായിരിക്കും. ചിങ്ങമാസം വന്നു ചേർന്നാൽ നിന്നെ ഞാൻ സ്വന്തമാക്കും എന്ന് പറയുന്ന വരികളായിരിക്കും ചിലപ്പോൾ കേൾക്കുന്നത്. ഇത് കേൾക്കുമ്പോൾ എങ്ങനെയാണ് നമുക്ക് സഹിക്കാൻ കഴിയുക? ഇതെങ്കിലും ഒരു സാമാന്യ ബോധം ഉണ്ടാവേണ്ടേ? ഇതുപോലുള്ള സന്ദർഭങ്ങളിലെങ്കിലും ഒന്നുകിൽ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആക്കുക, അല്ലെങ്കിൽ അത് മ്യൂട്ട് ആക്കുക എന്നുള്ളൊരു ധർമ്മമെങ്കിലും ചെയ്യേണ്ടതില്ലേ? ഇത് പൗരത്വ ബോധത്തിന്റെ ഒരു കുറവല്ലേ? ഈ സാമാന്യ മര്യാദകൾ നമ്മൾ പാലിക്കാൻ എന്തേ മറക്കുന്നു? വിമാനം ഇറങ്ങുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? വിമാനം ലാൻഡ് ചെയ്യുന്നതും പൈലറ്റ് അനൗൺസ് ചെയ്യും, നമ്മൾ വി ആർ ഗോയിങ് ടു ലാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടൻ തന്നെ ആളുകൾ ഫോൺ എടുത്ത് വെച്ചിട്ട് വീട്ടിലേക്ക് വിളിച്ചിട്ട് ഡ്രൈവറെ വിളിക്കുന്നു, വീട്ടിലെ കാര്യങ്ങൾ അന്വേഷിക്കുന്നു. അത് മറ്റുള്ളവർക്ക് അസ്വാരസ്യം ഉണ്ടാക്കുന്ന രീതിയിലാണ് ഇതൊക്കെ പറയുന്നത്. എന്നാൽ പ്ലെയിൻ ലാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെയും 10 മിനിറ്റ് എടുക്കും ടാക്സിങ് എല്ലാം കഴിഞ്ഞ് അത് നിർദ്ദിഷ്ട സ്ഥാനത്തെത്താൻ. അതും കഴിഞ്ഞ് വീണ്ടും 10-20 മിനിറ്റ് എടുക്കും ലഗേജ് കിട്ടാൻ. അത് കഴിഞ്ഞിട്ട് അരമണിക്കൂർ കഴിഞ്ഞാലേ നമുക്ക് പുറത്തിറങ്ങാൻ സാധിക്കുകയുള്ളൂ. അപ്പോഴേക്കും ഇവിടെ വിളിച്ചു കഴിഞ്ഞു, വീട്ടിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു. എന്ത് കാര്യത്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത്? അറിവില്ലാത്തവരല്ല, വലിയ വിദ്യാസമ്പന്നരെന്ന് ഭാവിക്കുന്ന ആൾക്കാരാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഞാൻ നിത്യവും ഇത് കാണുന്ന ഒരാളാണ്. അപ്പോഴൊക്കെ ഞാൻ വിചാരിക്കും, ഇവരെ എങ്ങനെയാണ് ഇതൊക്കെ ഒന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നത്?